ഇപ്പം ഞാൻ ഈ മാറ്റി ഒരുങ്ങി പോണത് ഫുഡ് കഴിക്കാനാട്ടോ. ഇന്ന് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞ് റെഡി ആയിക്കോ, ഞാൻ നേരത്തെ വരുന്നുണ്ട്, നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ ബാഗ് ഞങ്ങളവിടെ മറന്നു വെച്ച് പോകുന്നു കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സിൽ പുറത്ത് പോകണത് തേങ്ങയും ചക്കരയും കിട്ടുന്ന പോലെ കേട്ടോ. ബിക്കോസ് ഞാൻ റൂമിൽ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ ഞാൻ പുറത്തും ഇങ്ങോട്ടും പോകാണ്ട് ഇരിക്കുമായിരിക്കും. പക്ഷെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ആൾ ഫുള്ള് ടയേർഡായിട്ട് ജസ്റ്റ് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വരുന്നതായിരിക്കും. അപ്പോഴായിരിക്കും എനിക്ക് പുറത്ത് പോകണമെന്ന് പറയുന്നുണ്ടാവുക. അങ്ങനെ ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ക്ലാഷ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഫൈനലി ഹസ്ബൻഡ് ഇന്ന് പറഞ്ഞു എൻ്റെ ആഗ്രഹം പോലെ നമുക്കിന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഞങ്ങൾ പോയി കഴിച്ചത് ഇവിടെ അടുത്തുള്ള ജസ്റ്റ് നടക്കാൻ മാത്രം ദൂരമുള്ള ഒരു റെസ്റ്റോറൻറ്റ്, നല്ല ആംബിയൻസൊക്കെ ഉള്ള നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഞങ്ങളിവിടെ മുന്നേ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് വീണ്ടും പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എല്ലായിടത്തും ചാർക്കോളിന് സൂപ്പും അതേപോലെ തന്നെ വെൽക്കം ഡ്രിങ്കും ഒക്കെ കിട്ടിയായിരുന്നു. അതൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ചാർക്കോൾ വന്ന് അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ച് ഞാൻ ഫുഡ് കഴിക്കാതിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ബാഗിൻ്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കൈ കഴുകാൻ പോയപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകാൻ പോയപ്പോൾ ഞാൻ ആ ബാഗ് എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഹസ്ബൻഡ് ചോദിച്ചിരുന്നു, എനിക്ക് എന്തിനാ ഈ ബാഗൊക്കെ, അതവിടെ അതിൻ്റെ ആവശ്യമുണ്ടോ ആയിട്ട്. ഫ്ലാറ്റിൽ ഒക്കെ കയറിയപ്പോഴാണ് ഹസ്ബൻഡ് ബാഗ് എവിടെയാണെന്ന് ചോദിക്കുന്നത്. അപ്പോഴാണ് ഞാൻ തന്നെ ഓർക്കുന്നത്. പിന്നെ ആൾ തന്നെ പോയിട്ട് എടുത്തോണ്ട് പെട്ടെന്ന് തന്നെ പോയി എടുത്തോണ്ട് ബാഗ് കിട്ടിയിട്ടോ. പക്ഷെ അതും പറഞ്ഞ് മൂപ്പരെന്നെ കുറേ കളിയാക്കായിരുന്നു.